അതേപോലെ തന്നെ നമ്മുടെ ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നു. അപ്പോൾ ജി സുധാകരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കയറി തലവെക്കും, എല്ലാ വിഷയങ്ങളിലും കയറി തലവെക്കും. അപ്പോൾ അദ്ദേഹം പൂന്താനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു സെമിനാർ നമ്മുടെ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് നടക്കുകയാണ്, പൂന്താനം ഇല്ലത്ത് നടക്കുകയാണ്. അദ്ദേഹത്തിന് അന്ന് പെട്ടെന്നൊരു വെളിപാടുണ്ടായിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചേ ഇരുന്നിട്ടേ ഇല്ല, ഇത് എല്ലാം ഷാഡോ എഴുത്തുകാരായിരുന്നു. ഞാനപ്പാനെയൊക്കെ എഴുതി പൂന്താനം എന്ന് പറയുന്ന ഒരാളല്ല, അതൊരു ഗ്രൂപ്പ് ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ഇതാരോ ഇതിൻ്റെ ഗവേഷണം നടത്തിയ ആൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മണ്ടത്തരം മന്ത്രി പറയരുത്, ഇതങ്ങനല്ല, ഈ പൂന്താനം എന്ന് പറയുന്ന ഇല്ലപ്പേരാ. ചിത്രങ്ങളും ആശയങ്ങളും ബുദ്ധിപരമായി സമ്മേളിക്കുന്ന ഒരു വേദിയാണ് കാർട്ടൂൺ എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രസിഡന്റ് അനിക്കാട് വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹവുമായുള്ള അഭിമുഖത്തിൻ്റെ 3-ാം ഭാഗം കാണാം. അക്ഷരങ്ങളെ വെച്ച് ഞങ്ങൾ ഒരുപാട് കാർട്ടൂൺ ചെയ്തിട്ടുണ്ട്. അക്ഷരങ്ങൾ വെച്ച് ചില അക്ഷര പ്രയോഗങ്ങൾ ഒരു മാജിക്ക് പോലെ താങ്കൾ പലരുടെ മനസ്സിൽ തെളിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത് ഈ കാർട്ടൂണിൻ്റെ ഒരു ശാഖയാണ്, പണ്ണെന്ന് പറയും, PUN പൺ. അതായത് വാക്കുകൾ ഡിസ്റ്റോർട്ട് ചെയ്ത്, നമ്മൾ ഈ ചൊറിച്ചുമല്ലൽ എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ നമ്മൾ നേരാമണ്ണം പറയുന്നത് ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു അർത്ഥം വരും. ഞാൻ അതിന് ഒരു വലിയ ഉദാഹരണം പറയാം. ഒരിക്കലും എനിക്ക് കിട്ടിയ ഒരു ഐഡിയ, വിശുദ്ധനും വിരുദ്ധനും. വിരുദ്ധനെ നമുക്ക് വിശുദ്ധനാക്കാം, വിശുദ്ധനെ നമുക്ക് വിരുദ്ധനുമാക്കാം. കാരണം ആ രാ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ വരയും കൂടെ കൊടുത്ത ഷായാവും. അപ്പോൾ ഈ VS-നെ പാർട്ടി വിരുദ്ധൻ എന്ന് പറയുന്ന ഒരു ലേബൽ ഒരിക്കൽ കൊടുത്തു. അത് വിവാദമായപ്പോൾ ഈ പറഞ്ഞവർ തന്നെ പറഞ്ഞു, ഇല്ല അത് പത്രത്തിൽ എന്തോ വെച്ചത്, അത് അച്ചടിപ്പശകമാണ്, ഞാൻ അത് വെച്ച് വരച്ചു വിശുദ്ധൻ എന്നുള്ളതിന് ചെറിയൊരു മാർക്കിങ് വന്നു കഴിയുമ്പോൾ വിരുദ്ധനെ വിശുദ്ധനാക്കി. അതേപോലെ തന്നെ നമ്മുടെ ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നു. അപ്പോൾ ജി സുധാകരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കയറി തലവെക്കും, എല്ലാ വിഷയങ്ങളിലും കയറി തലവെക്കും. അപ്പോൾ അദ്ദേഹം പൂന്താനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു സെമിനാർ നമ്മുടെ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് നടക്കുകയാണ്, പൂന്താനം ഇല്ലത്ത് നടക്കുകയാണ്. അദ്ദേഹത്തിന് അന്ന് പെട്ടെന്നൊരു വെളിപാടുണ്ടായിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചേ ഇരുന്നിട്ടേ ഇല്ല, ഇത് എല്ലാം ഷാഡോ എഴുത്തുകാരായിരുന്നു. ഞാനപ്പാനെയൊക്കെ എഴുതി പൂന്താനം എന്ന് പറയുന്ന ഒരാളല്ല, അതൊരു ഗ്രൂപ്പ് ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ഇതാരോ ഇതിൻ്റെ ഗവേഷണം നടത്തിയ ആൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മണ്ടത്തരം മന്ത്രി പറയരുത്, ഇതങ്ങനല്ല, ഈ പൂന്താനം എന്ന് പറയുന്ന ഇല്ലപ്പേരാ, അങ്ങേരുടെ പേരല്ല. അദ്ദേഹം പിറ്റേ ദിവസം തിരുത്തി, അതെനിക്ക് പറ്റിയ തെറ്റാണ്, ആളിൻ്റെ പേരിൽ പൂന്താനം ഇല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞ ആൾ പിറ്റേ ദിവസം തന്നെ അത് ഇല്ലപ്പേരാണ്. അപ്പം ഞാനത് മാതൃഭൂമിയുടെ നർമ്മഭൂമിയിൽ എനിക്കൊരു കോളം ഉണ്ടായിരുന്നു, ആകൃതി വികൃതി. അപ്പോൾ അതിൽ 2 കോളത്തിൽ ഇത് ചെയ്തു. ആദ്യമേ പൂന്താനം ഇല്ലാത്തയാൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ രോഷാകുലനായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഉടനെ പുള്ളി സാമർസാൾട്ട് ചെയ്തു, പുള്ളി തന്നെ ഇല്ലാത്തയാളെന്ന് പറഞ്ഞ് എഴുതി വെക്കുക ബോർഡ്. അപ്പോൾ ആ ഇല്ല എന്നുള്ള ആ ദീർഘത്തിൻ്റെ അവിടെ ചെറിയൊരു ചുഴിപ്പിട്ടപ്പം ചുറ്റിക്കെട്ടായി, ഇല്ലാത്തയാൾ എന്നുള്ള ഇല്ലത്തെയാളെന്നായി. ഇത് കാർട്ടൂണിൻ്റെ ഒരു വലിയ ഇതാണ്, ഈ വേഡ് പ്ലേ എന്ന് പറയും. ഇതെനിക്ക് കിട്ടിയ ഒരു സംഗതി നമ്മുടെ അബു എബ്രഹാമിൻ്റെ പ്രശസ്തമായൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതായത് ഒരു ഇലക്ഷനിൽ, അപ്പോൾ നമ്മൾ ഈ വോട്ട് ചെയ്യുക എന്നുള്ളത് ഇംഗ്ലീഷിൽ കാസ്റ്റ് യുവർ വോട്ട് എന്നാണ് പറയുന്നത്, കാസ്റ്റ്, CAST, കാസ്റ്റ്. അദ്ദേഹം ഒരിടത്ത് കാസ്റ്റ് യുവർ വോട്ടെന്ന്, പിന്നെ രണ്ടാമത്തേനകത്ത് വോട്ട് യുവർ കാസ്റ്റ് എന്നാക്കി. അതായത് CASTE നമ്മുടെ ഈ ജാതി എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കയറി വീശുന്നത്, കളിക്കുന്നതെന്നുള്ള ഒരു വലിയ ഉദാഹരണം. വോട്ട് യുവർ കാസ്റ്റ് എന്നുള്ളതിനെ പുള്ളി വളരെ ഗംഭീരമായിട്ട്, അല്ല കാസ്റ്റ് യുവർ വോട്ട് എന്നുള്ളത് വോട്ട് യുവർ കാസ്റ്റ് എന്നാക്കി. ഭയങ്കരമായ അർത്ഥമുണ്ട് അതിന്. അത് ഈ വേഡ് പ്ലേയുടെ ഒരു ഇതാണ്. ഞാൻ അന്ന് ഓർത്തു, ഈ നമ്മൾ നിരീക്ഷിക്കുകയാണ് ഈ വാക്കുകളിലെല്ലാം ഇതുപോലുള്ള കാർട്ടൂൺ കണ്ടെത്താൻ കഴിയുമല്ലോ. അപ്പോൾ ഞാൻ അതിനുശേഷം ഈ പറയുന്ന ഓരോ വാക്കും റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ പറയാറുണ്ടായിരുന്നു. വരികൾക്കിടയിൽ കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് പലതും കിട്ടുമെന്നാണ്. അങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ
ഭയങ്കര ബഹളം ഉണ്ടായി. അത് ഞാൻ ഇതിനെ എങ്ങനെ ആക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ നഗരസഭയിൽ നിന്ന് എഴുതി നോക്കി. നഗരസഭയിൽ നിന്ന് എഴുതിയപ്പം ആ നഗര എന്നുള്ളത് ചേർത്ത് വരുമ്പോൾ നഗ്നാക്കാം. അവിടെ വസ്ത്രാക്ഷേപം നടന്നു. അപ്പോൾ ആദ്യം മുകളിൽ നഗരസഭ എന്ന് എഴുതി, അത് കഴിഞ്ഞ് ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ നഗ്നസഭ എന്നായി. അപ്പോൾ ഇത് നമ്മുടെ ഭാഷയുടെ അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകത. അതിൽ നിന്ന് ഒത്തിരി ആശയങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോഷ്യൽ കാർട്ടൂൺ വരച്ച് തുടങ്ങിയ താങ്കൾ എങ്ങനെ പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കും? നമ്മളിപ്പോൾ അറിയാമല്ലോ, ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത് നമ്മളീ വേർതിരിവ് എന്ന് പറയുന്നത് സോഷ്യലെന്നും പൊളിറ്റിക്കലെന്നും അല്ലെങ്കിൽ ഇൻ്റലക്ച്വലെന്നും ഒക്കെ ഓരോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ എല്ലാം കൂടെ ചേരുന്നതാണ് കാർട്ടൂൺ. പക്ഷേ നമ്മൾ ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് താങ്കൾ ചോദിച്ച ചോദ്യം, ഞാൻ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സബ്ജക്റ്റ് അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ആവശ്യപ്പെടുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ ഏറ്റവും ആദ്യത്തെ ആവശ്യം വരുന്നത്. കാരണം വരയ്ക്കണം, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അത് പൊളിറ്റിക്കലായിട്ട് വേണോ സോഷ്യലായിട്ട് വേണോ, ഇതിനകത്ത് ഏത് കാർട്ടൂണിലും ഏത് സോഷ്യൽ കാർട്ടൂണിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഏത് പൊളിറ്റിക്കൽ കാർട്ടൂണിലും ഒരു സോഷ്യൽ എലമെൻ്റ് ഉണ്ട്. പരസ്പരം കോറിലേറ്റഡ് ആണ്. ഇനി പക്ക പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്ന് പറയുമ്പോൾ ഒരു കാരിക്കേച്ചറുകളുടെ അസംഖ്യം കാരിക്കേച്ചറുകൾ ചേർന്നൊരു സംഭവം. അതായത് രാഷ്ട്രീയ നേതാക്കളുടെ കാരിക്കേച്ചറുകളാണ് അത്. മറ്റേ സംഭവം ഇപ്പം OV വിജയൻ്റെ കാർട്ടൂൺ, സോഷ്യൽ കാർട്ടൂൺ പോലും ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ ഉണ്ടായിരുന്നു. അത് പക്ക പൊളിറ്റിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്ന് പറയാം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് പറഞ്ഞ നമ്മൾ ചോദ്യത്തിലേക്ക് വന്നാൽ, ഞാൻ ഈ കോട്ടയത്ത് ബാങ്ക് ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നമ്മുടെ കൊല്ലം കേരള ശബ്ദം ഗ്രൂപ്പിൻ്റെ ഒരു പാക്കനാർ വിനോദമാസിക എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ സറ്റയർ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റർ ഇവിടെ പാലക്കാരനായിരുന്ന സാഹിത്യകാരൻ വെട്ടൂർ രാമൻ നായരായിരുന്നു. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ പോലെയുള്ള വലിയ നോവലുകളൊക്കെ എഴുതിയ അദ്ദേഹം ഒരിക്കൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്നോട് ചോദിച്ചു, സോഷ്യൽ കാർട്ടൂണുകളൊക്കെ അല്ലേ ഇപ്പം വരയ്ക്കുന്നത്, ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിനോട് കൈവച്ചാലോ എന്ന് ചോദിച്ചു. നമ്മൾ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ പാക്കനാറ് വഴിയാണ് പൊളിറ്റിക്കൽ കാർട്ടൂണിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം അന്നേരമാണ് നമ്മൾ ഇവരെ ഒബ്സർവ് ചെയ്യണം എന്നുള്ള യേശാസൻ സാറിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ട്. ഒരു പൊളിറ്റീഷ്യനെ ഒരു പൊളിറ്റിക്കൽ ലീഡറെ വരയ്ക്കുമ്പം, ഉദാഹരണം കരുണാകരനെ വരയ്ക്കുമ്പം അത്യാവശ്യം കരുണാകരനാക്കുന്ന ഒരു ഫീച്ചേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പം ഇന്ദിരാഗാന്ധിയെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം, മൂക്ക് അവർക്ക് ആസിറ്റീസ് ഉള്ളതിലും കൂടുതൽ ഒരു ഡിസ്റ്റോർട്ട് ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് കൈ വരും, മൂക്ക് നീളും എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ ഫീച്ചേഴ്സൊക്കെ പഠിച്ചു അത്യാവശ്യം എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ലീഡറെ അടയാളപ്പെടുന്നത്. അതിനാണ് കാരിക്കേച്ചർ എന്ന് പറയുന്നത്. അതായത് അവരുടെ യഥാർത്ഥമായ ചിത്രം വരച്ചാൽ അത് കാർട്ടൂൺ ആകുകയില്ല, കാരിക്കേച്ചർ ആകുകയില്ല. അപ്പം ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് വരയ്ക്കുമ്പോൾ അവരെ അത്യാവശ്യം വരയ്ക്കാൻ പഠിക്കണം. അങ്ങനെ കുറേ അവരെയൊക്കെ പഠിച്ചു. അങ്ങനെ ഈ പാക്കനാർ മാസികയിലൂടെയാണ് പൊളിറ്റിക്കൽ കാർട്ടൂൺ രംഗത്തേക്കൂടെ തിരിയാനുള്ള സാഹചര്യം ഉണ്ടായത്. ചില സമയത്ത് നമുക്ക് തോന്നും പൊളിറ്റിക്കൽ കാർട്ടൂണാണ് ഏറ്റവും രസം. പക്ഷെ ചില ഘട്ടത്തിൽ ചില വിഷയങ്ങൾ അത് സോഷ്യൽ കാർട്ടൂൺ തന്നെ ആയാൽ മാത്രമേ നന്നാവുള്ളൂ എന്നും നമുക്ക് തോന്നാറുണ്ട്. ഏറ്റവും ജനത്തെ അട്രാക്റ്റ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ കാർട്ടൂണാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ എല്ലാ ഉള്ളിൽ ഇവർക്കിട്ട് രണ്ട് തല്ലണമെന്നൊരു ആഗ്രഹമുണ്ട് ചില വിഷയങ്ങളുടെ പേരിൽ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം എന്തുകൊണ്ടാണ് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലും ഇൻസൈഡ് പേജിലും എല്ലാം നിറയെ കാർട്ടൂണുകളായിരിക്കും. കാരണം ആ ധനകാര്യ വകുപ്പ് മന്ത്രി കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങൾ, നികുതി ഘടനയിലെ മാറ്റങ്ങളൊക്കെ ജനത്തിന് നല്ല താങ്ങുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ ഇവരുടെ ഉള്ളിൽ തന്നെ ഈ മനുഷ്യനോട് ചില ദേഷ്യങ്ങൾ വരും. ആ ദേഷ്യങ്ങൾ കാർട്ടൂണിസ്റ്റ് മണത്തറിയുന്നു ആദ്യം തന്നെ, അത് കാർട്ടൂണായിട്ട് മാറുന്നു. അങ്ങനെയാണ് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ധനകാര്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു 10 കാർട്ടൂണെങ്കിലും കാണും. ചെറിയ ആശയങ്ങളായിരിക്കും. അങ്ങനെയാണ്.
അത് റീഡബിലിറ്റിയുടെയും കൂടെ ഒരു ഇതാണ്. എങ്ങനെ ഈ റീഡർ ഫ്രണ്ട്ലി ആക്കുക. ഈ ധനകാര്യ മാനേജ്മെൻറ്റ് ആൾക്കാർക്ക് അത്ര ഇഷ്ടമുള്ളൊരു വിഷയമല്ലാത്ത ആ സംഗതിയെ റീഡർ ഫ്രണ്ട്ലി ആക്കി മാറ്റുന്നതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ടായ ആൾക്കാർക്ക് കുറച്ചുകൂടെ കൗതുകം ഉണ്ടാകും. കാർട്ടൂൺ അക്കാഡമിയെ കുറിച്ചുള്ള അഭിപ്രായമാണ്. കാർട്ടൂൺ അക്കാഡമി കേരളത്തിലെ കാർട്ടൂണിസ്റ്റുകളുടെ ഒരു സ്വതന്ത്ര കൂട്ടായ്മയെന്ന് പറയാം. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയാവുന്ന രീതിയിൽ 1980 കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ്. ഇന്നും വളരെ സജീവമായിട്ട് വ്യത്യസ്തമായ പരിപാടികളുമായി ഒരിക്കൽ കാർട്ടൂൺ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രപതി ഭവനിൽ വരെ പ്രദർശനം സംഘടിപ്പിക്കാൻ നമുക്ക്, അതും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരള സർക്കാരുമായിട്ട് സഹകരിച്ച് ആ പരിപാടി വെക്കാൻ പറ്റി. അതൊരു ഒരു പുതിയ കണ്ടെത്തൽ കൂടിയായിരുന്നു അത്. കാരണം നമ്മുടെ PKS കുട്ടി എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ്, നമ്മുടെ ബംഗാൾ ആനന്ദ ബസാർ പത്രികയിലൊക്കെ കാർട്ടൂണിസ്റ്റ് ആയിരുന്ന ആ മനുഷ്യൻ, അതായത് ബംഗാൾ ഭാഷയിൽ ഒരു പത്രത്തിൽ എങ്ങനെ ഒരു മലയാളി കാർട്ടൂൺ വരച്ചതെന്നുള്ളൊരു ചോദ്യം പോലും ഉണ്ട് അവിടെ. അദ്ദേഹം ഇംഗ്ലീഷിലാണ് വരച്ചിരുന്നത്. അവിടെയുള്ള ആർട്ടിസ്റ്റ് ബംഗാളി അറിയാവുന്ന ആളത് ബംഗാളിയിലാക്കി ആയിരുന്നു. അന്ന് അദ്ദേഹവും അന്നത്തെ അവിടുത്തെ PCC അധ്യക്ഷനായിരുന്ന പ്രണാബ് കുമാർ മുഖർജി, അദ്ദേഹവും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു. ഒരിക്കലും ഈ പ്രണാബ് കുമാർ മുഖർജി ഒരു സ്ഥിരം ക്രോണിക് പൈപ്പ് വലിക്കാരനായിരുന്നു, നമ്മുടെ ഈ പുകവലി. അപ്പോൾ ഈ സ്ഥിരമായി കുട്ടിസാറിൻ്റെ കാർട്ടൂണുകൾ ആനന്ദ ബസാർ പത്രികയുടെ ഫ്രണ്ട് പേജിൽ പൈപ്പ് കടിച്ചു വലിച്ച് നിൽക്കുന്ന കാരിക്കേച്ചറുകൾ നിരന്തരം വന്ന് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ഇത് കണ്ട് സായി കേട്ട് പൈപ്പ് വലി നിർത്തിയെന്ന് പോലും ഉള്ള ഒരു വാർത്തയുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം മുൻനിർത്തി പ്രണാബ് കുമാർ മുഖർജി രാഷ്ട്രപതി ആയപ്പോൾ ഈ കുട്ടിസാറ് ആ കാലയളവിൽ അമേരിക്കയിൽ വെച്ച് പെട്ടെന്ന് മരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയിൽ ഇവർ തമ്മിലുള്ള ബന്ധം, അതായത് ശങ്കറും നെഹ്റുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു തുടർച്ച എന്ന് പറയാവുന്ന രീതിയിൽ ഒരു രാഷ്ട്രപതിയും ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റും തമ്മിലുള്ള ബന്ധം അത് മുൻനിർത്തിയാണ് ഞങ്ങൾ കാർട്ടൂൺ പ്രണാം എന്ന പേരിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള കാർട്ടൂണിസ്റ്റുകളുടെ കാരിക്കേച്ചറുകൾ, പ്രണാബ് കുമാർ മുഖർജിയുടെ കാരിക്കേച്ചറുകൾ അത് പുസ്തകമാക്കി. അപ്പോൾ അതിൻ്റെ പ്രദർശനം അവിടെ വെച്ചു. അത് നമ്മുടെ കുട്ടിസാറിനുള്ള ട്രിബ്യൂട്ടാക്കി മാറ്റി. അപ്പം കാർട്ടൂൺ പ്രണാം എന്ന ആ ടൈറ്റിലിൽ തന്നെ പ്രണാബ് മുഖർജിക്കുള്ള പ്രണാമവും കുട്ടിസാറിൻ്റെ 1ാം ചരമവാർഷികത്തിന് അദ്ദേഹത്തിനുള്ള പ്രണാമവും, അങ്ങനെ ആ പരിപാടി നമ്മൾ രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ ഒരിക്കൽ കാർട്ടൂൺ അക്കാഡമിയുടെ നേതൃത്വത്തിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ച ആനവരെന്നും പറഞ്ഞുകൊണ്ടൊരു പുസ്തകം, ആനകളെക്കുറിച്ചുള്ള ലോകത്തെ കാർട്ടൂണിസ്റ്റുകളും ചിത്രകാരന്മാർ വരച്ച കാർട്ടൂണുകളുടെ സമാഹാരം, അതിൻ്റെ റിലീസിങ് നടത്തിയത് പോലും ഒരു ആനയെ കൊണ്ടാണ്. എറണാകുളത്ത് ദർബാർ ഹാൾ മറൈൻ ഡ്രൈവിൽ വെച്ച് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിയ ഒരു ആന ഈ പുസ്തകത്തിൻ്റെ കെട്ട് ഉയർത്തിയായിരുന്നു. അതുപോലെ തന്നെ ആനകളെ സംബന്ധിച്ചുള്ള ഒരു പരിപാടിക്ക് പോലും അതൊരു നിമിത്തമായി. അത് കൈരളി ചാനലുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. ആനക്കാരി കറക്റ്റ്, താങ്കൾ അതിപ്പോഴും ഓർത്തിരിക്കുന്നു. അപ്പോൾ അതാണ് ആ പരിപാടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്. അതാണ് ആനക്കാര്യം. അതും ഈ പറഞ്ഞ പോലെയാണ്. എങ്ങനെ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ട് 10-28 എപ്പിസോഡ് ഒരു ചാനലിൽ ഈ ആനകളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിക്ക് സഹകരിച്ചതെന്ന് പലരും എന്നോട് അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ ഈ എൻ്റെ 2-3 സുഹൃത്തുക്കൾ ചേർന്നാണ് ആ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിങ് ഞാനായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു എപ്പിസോഡ് ചിത്രകലയിലെ കാർട്ടൂണിലെ ആന എന്നുള്ളതായിരുന്നു. 28 എപ്പിസോഡാണ് കൈരളി ചാനലിൽ. അത് 28 ആഴ്ചകളിലൂടെ അത് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു എപ്പിസോഡ് കാർട്ടൂണുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് DC ബുക്സിൽ നിന്ന്
രവി ഡി സി തന്നെ പറഞ്ഞ ഒരു സജഷനായിരുന്നു, ആനകളെക്കുറിച്ചുള്ള ഒരു കാർട്ടൂൺ ബുക്കിന് സ്കോപ്പുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ആനകളെക്കുറിച്ചുള്ള കാർട്ടൂൺ ബുക്ക് ആന വര എന്ന പേരിൽ തയ്യാറാക്കുന്നത്.